ബട്ടർഫ്ലൈ ചാനലിലേക്ക് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ അവിൽ പഴം പ്രഥമൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. പൈനാപ്പിൾ പ്രഥമൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാ അവിൽ പഴം പ്രഥമൻ ഉണ്ടാക്കാൻ നോക്കിയാലോ ഫ്രണ്ട്സ്. പ്രഥമനായി നല്ല കനം കുറഞ്ഞ 1 കപ്പ് മട്ട അവിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വേണ്ടത് 400 ഗ്രാം ശർക്കര, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, പിന്നെ 6 ഈന്തപ്പഴമാണ് വേണ്ടത്. പിന്നെ നാളികേരം ചെരുകി പിഴിഞ്ഞ് 1 കപ്പ് ഒന്നാം പാലും 2.5 കപ്പ് രണ്ടാം പാലും വേണം. മീഡിയം സൈസ് 4 റോബസ്റ്റ് പഴം വേണം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിക്കണം. ആദ്യം ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലപോലെ ഉരുക്കിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ അവിൽ വറുത്ത് കോരിയെടുക്കാം. അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവിൽ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കാം. അവിൽ മൊരിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്ത് കൈ കൊണ്ട് പൊടിക്കുമ്പോൾ പൊടിയുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ ചൂടുള്ള പാനിലേക്ക് തന്നെ ജീരകം ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഈന്തപ്പഴം 6 എണ്ണം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി റോബസ്റ്റ് പഴം ഒട്ടും വെള്ളം ഒഴിക്കാതെ നല്ല പോലെ അടിച്ചെടുക്കാം. പഴം കണ്ടു, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പ്രഥമൻ റെഡിയാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഇടാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 4ആയി കട്ട് ചെയ്ത അണ്ടിപ്പരിപ്പ് ഇടാം. അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ ടീസ്പൂൺ കൊത്തിയരിഞ്ഞ നാളികേരം ഇടാം. കട്ട് ചെയ്ത് വെച്ച ഈന്തപ്പഴം ഇടാം. അണ്ടിപ്പരിപ്പും നാളികേരവും മൊരിയുന്ന വരെ ഇളക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പും നാളികേരവും 1/4 ഭാഗം മൊരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വറവായിട്ടുണ്ട്. ഇതിനി കോരി വയ്ക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഇടാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അടിച്ചു വെച്ച പഴം ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചത് 1/2 മിനിറ്റ് നേരം ഇളക്കുക. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് അവിൽ വറുത്ത് വെച്ചത് ചേർക്കാം. അവിൽ ഇതിൽ കൂടെ 1 മിനിറ്റ് നേരം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി നാളികേരത്തിൻ്റെ രണ്ടാം പാൽ 2.5 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇത് തിളയ്ക്കുന്ന വരെ ഹൈ ഫ്ലെയിമിലും തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ ഇതിലേക്ക് 2 പിഞ്ച് ഉപ്പിടാം. ഇതുപോലെ നല്ല പോലെ മിക്സ് ആവണം. അവിലും പഴവും വേവുന്ന വരെ ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലായി വെച്ച് ഇത് 3 മിനിറ്റ് നേരം ഇളക്കുക. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച ജീരകം 1 ടീസ്പൂൺ ഇടാം. വറുത്ത് വെച്ച ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇനി നാളികേരത്തിൻ്റെ ഒന്നാം പാൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് എല്ലാ വശത്തും തള വന്നതിന് ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഈ സമയത്ത് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയിടുക. അതിന് ശേഷം എല്ലാവരും ജസ്റ്റ് ഒന്ന് തിളയ്ക്കുക. ഒന്നാം പാൽ ഒഴിച്ചിട്ട് എല്ലാ വശവും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി 2 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. കണ്ടോ, അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിൽ ഒഴിച്ചു കുടിക്കാനുള്ള പരുവത്തിൽ ഇരിക്കുന്നുണ്ട്. കണ്ടോ, കനം കൂടിയ അവിലാണ് എടുക്കുന്നതെങ്കിൽ ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുന്നേ ഇത്തിരി അധികം വെള്ളം അതിൽ നിൽക്കണം. നന്നായി കുറുകുന്നതിന് മുമ്പ് തന്നെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. പായസം തന്നെ ഇരുന്ന് കുറുകാൻ സാധ്യതയുണ്ട്. ഇനി ഇത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇത്. അപ്പോൾ എല്ലാവരും പായസം റെഡിയാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. ഇനി ഇതിൻ്റെ മേലെ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഈന്തപ്പഴവും ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ അവിൽ പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റ് ആണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എടുത്തുള്ള ബെൽ ബട്ടൺ കൂടി മറക്കാതെ
കേട്ടോ ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യണേ. ഓക്കെ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.